ട്രെയിൻ യാത്രയ്ക്കിടെ വർക്കലയിൽ വെച്ച് നടന്ന അതിക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മാസങ്ങളായി ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ തുടർ ചികിത്സയ്ക്കായി സർക്കാരും റെയിൽവേയും അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് യുവതിയുടെ മാതാവ് പ്രിയ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 2025 നവംബർ 2 എറണാകുളത്ത് നിന്ന് വർക്കലയിലേക്ക് കേരള എക്സ്പ്രസ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ദാരുണമായ സംഭവം നടന്നത്. വഴി തടസ്സപ്പെടുത്തിയ മദ്യപനായ യുവാവിനെ ചോദ്യം ചെയ്തതോടെ യുവതിയെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചവിട്ടി വീഴ്ത്തുകയായിരുന്നു. നെടുമങ്ങാട് പാലോട് സ്വദേശിനി ശ്രീകുട്ടിയാണ് അതിക്രമത്തിനിരയായത്. ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കപ്പെട്ട ശ്രീകുട്ടിക്ക് അവിടുത്തെ ചികിത്സയ്ക്ക് ശേഷവും സാധാരണ ജീവിതത്തിലേക്ക് തിരികെ എത്താൻ സാധിച്ചിരുന്നില്ല. ഓർമ്മശക്തിയെയും കാഴ്ചശക്തിയെയും ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട്. നിലവിൽ എടപ്പാളിലെ സ്വകാര്യ ആയുർവേദ ആശുപത്രിയിലാണ് തുടർ ചികിത്സ നടക്കുന്നത്. റെയിൽവേ അധികൃതർ ചികിത്സയ്ക്കായി ഒരു തുക നൽകിയെങ്കിലും അത് അപര്യാപ്തമായിരുന്നു. നഷ്ടപരിഹാരത്തിന് വക്കാലത്ത് നൽകാൻ ആവശ്യപ്പെട്ട് കൈയൊഴിയുന്ന സമീപനമാണ് റെയിൽവേ സ്വീകരിച്ചത്. ഭീമമായ തുക കടത്തിലായിക്കൊണ്ടാണ് കുടുംബം നിലവിൽ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. റെയിൽവേ അധികൃതരിൽ നിന്ന് അർഹമായ നഷ്ടപരിഹാര തുക ലഭ്യമാക്കണമെന്നും തുടർ ചികിത്സ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണമെന്നും കുടുംബം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ യുവതിയുടെ മാതാവ് പ്രിയയോടൊപ്പം വിമൻ ജസ്റ്റിസ് സംസ്ഥാന പ്രസിഡന്റ് VA ഫായിസ, വൈസ് പ്രസിഡന്റ് സഫിയ ഇക്ബാൽ, ജില്ലാ പ്രസിഡന്റ് ബുഷ്ര അരീക്കോട് എന്നിവർ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ്, മലപ്പുറം. Yes.